ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സന്ദീപ് വിവാഹത്തിൽ പങ്കെടുക്കാനായി പോകില്ല എന്ന് പറഞ്ഞതനുസരിച്ച് എത്ര നിർബന്ധിച്ചിട്ടും സന്ദീപ് പോകുന്നില്ല എന്ന് തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അപ്പോഴാണ് അനൂപേട്ടൻ അരികിലേക്ക് എത്തിയ മീരടുത്തിയോട് അനൂപ് പറഞ്ഞത്, മീരയ്ക്ക് പോകണമെങ്കിൽ പോകാം, നിനക്ക് വിവാഹത്തിൽ പങ്കെടുക്കണമെങ്കിൽ പൊയ്ക്കോ, ഇവിടെ ഇപ്പോ അച്ഛനുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല, നീ വേണമെങ്കിൽ പൊയ്ക്കോ മീരെ എന്ന് അനൂപേട്ടൻ അറിയിച്ചതും മീര പറഞ്ഞു, ഏയ്, അനൂപേട്ടനെ ഇവിടെ ഇട്ടിട്ട് ഞാൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകാനോ? അങ്ങനെയാണോ അനൂപേട്ടൻ എന്നെ കുറിച്ച് കരുതിയത്? പിന്നെ ഒരു കാര്യം അനൂപേട്ടന് ഞാൻ പറയാം, ആ വിവാഹം എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇത്രയേറെയൊക്കെ പറഞ്ഞിട്ടും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും അത് കേൾക്കാനോ അനുസരിക്കാനോ കൂട്ടാക്കാത്ത ആ സ്നേഹയെന്ന് പറയുന്നവൾക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്നത് കാണാനായിട്ട്, ഇങ്ങനെ ഒരു തിരിച്ചടി വാങ്ങി അവളെ അവളുടെ ജീവിതം സ്വയം തന്നെ നാശത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് കാണാൻ അത് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിൽ എൻ്റെ അർച്ചനയും ആതിരയും ഒക്കെ തള്ളിക്കളഞ്ഞ ആ വീട്ടുകാരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ തൽക്കാലം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും വിവാഹത്തിൽ പങ്കെടുത്തേ തീരുമെന്നുണ്ടെങ്കിൽ ഞാനേ ക്ഷണിക്കാത്ത ഏതെങ്കിലും വിവാഹത്തിന് പോയി സദ്യ ഉണ്ടോളാം, അതാണ് നല്ലത്. അല്ലാതെ ഇവറ്റകളുടെ ഒന്നും വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് ദേഷ്യത്തോടെ മീരടുത്തി അറിയിച്ചു. മീരടുത്തിയുടെ വാക്കുകൾ കേട്ട് അനൂപ് ആകെ വിഷമത്തോടെ നോക്കുമ്പോൾ മീരയോട് വീണ്ടും അനൂപ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മീരെ നിന്റെ ഇഷ്ടം പോലെ, ഇതിപ്പോ നമ്മളെല്ലാവരും കൂടി ഈ വിവാഹം എങ്ങനെയെങ്കിലും തടയാൻ ശ്രമിച്ചു. ആ പെങ്കൊച്ചിന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന് കരുതി, അവൾക്ക് ഇനിയെങ്കിലും നല്ലൊരു കാലം ഉണ്ടാകട്ടെ എന്ന് കരുതി. പക്ഷേ ആ പെൺകുട്ടിക്ക് അവളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്നോ നല്ലൊരു ജീവിതം അവൾക്ക് നേടിയെടുക്കണമെന്നോ ആഗ്രഹമില്ല. അപ്പോൾ പിന്നെ വരുന്നത് വിധി പോലെ തന്നെ അവൾ അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? അപ്പോഴാണ് മീരടുത്ത് പറഞ്ഞത്, ഇനി വരുന്നത് വിധി പോലെ അവൾ അനുഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവളിപ്പോ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ആ ധനുഷ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ ഇത്രത്തോളം ഫ്രോഡ് ആയിട്ടുള്ള ഒരുത്തനെ വേറെ ഈ ലോകത്ത് അവൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ള സത്യം അവൾ തിരിച്ചറിയണം. അത് ഈ വിവാഹത്തിന് മുമ്പെങ്കിലും ആ പെൺകുട്ടി മനസ്സിലാക്കിയാൽ നന്നായിരുന്നു. ഇനി അതല്ല, വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സംഭവിക്കാൻ പോകുന്നത്, ഒക്കത്ത് ഒരു കുഞ്ഞിനെയോ അല്ലെങ്കിൽ കയ്യിൽ ഒരു കുഞ്ഞിനെയോ പിടിച്ചുകൊണ്ട് അവൾ തിരിച്ച് നെല്ലിശ്ശേരിയിൽ വന്ന് നിൽക്കേണ്ടി വരും. അതാണ് അവൾക്ക് വിധിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ദൈവം വിധിച്ചിരിക്കുന്നത് ആരൊക്കെ ശ്രമിച്ചാലും മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ, അതല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നത് എന്ന് വിലയിരുത്തി. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിൽ സ്നേഹയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കൂട്ടുകാരിമാരെല്ലാവരും ചേർന്ന് സ്നേഹയുടെ കയ്യിൽ മെഹന്തി ഇട്ട് കൊടുക്കണം. അങ്ങനെ മൈലാഞ്ചി ഇട്ട് നിൽക്കുന്ന കണ്ട് ധനുഷ് അവിടേക്ക് എത്തി. അപ്പോഴേക്കും നന്ദ് മണ്ഡപത്തിലും മറ്റ് സ്ഥലത്തുമൊക്കെയുള്ള അറേഞ്ച്മെന്റ്സിനെ കുറിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ധനുഷിനെ കണ്ടതും നന്ദൻ ചോദിച്ചു, ധനുഷ് പോയില്ലേ? ഞാനോടത്ത് ധനുഷ് പോയിട്ടുണ്ടാവുമെന്ന്. അത് കേട്ടപ്പോ ധനുഷ് പറഞ്ഞു, ഞാൻ ഇന്ന് എന്തായാലും പോകില്ല. കാരണം ഇന്ന് വീട്ടിലുള്ളവരൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളോ ഒരുക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അളിയനും അച്ഛനും ഒക്കെ ചേർന്ന് അവിടെ നടത്തിക്കോളും. ഇന്നിവിടെ ഹെൽത്തി ചടങ്ങുണ്ടല്ലോ, ആ ഹൽദിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാനിനി പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നന്ദനോട് സംസാരിച്ച് നിൽക്കുമ്പോൾ നന്ദൻ പറഞ്ഞു, എന്നാ ശരി, അങ്ങനെ തന്നെ ആയിക്കോ എന്ന് പറഞ്ഞ് ധനുഷിന് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നന്ദൻ പോകുന്നു. ഈ സമയത്ത് അവന്തിക റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോഴാണ് അവിടെ സ്നേഹയുടെ കൂട്ടുകാരിമാരെല്ലാവരും ചേർന്ന് സ്നേഹയുടെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ധനുഷ് ചോദിച്ചു, അല്ല ഇതെന്താ വൈകിട്ടത്തെ പരിപാടി ഇത്ര രാവിലെ ആക്കിയോ എന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ ധനുഷ് അങ്ങനെ ചോദിച്ചത് കേട്ട് സ്നേഹ പറഞ്ഞു, വൈകിട്ടത്തെ ഹൽദി ചടങ്ങല്ല ഈ കാണുന്നത്, ഇത് അതിനു മുമ്പുള്ള ഇവളുമാരുടെ അലങ്കോല പണിയാണ് ഇതെല്ലാം തന്നെ എന്ന് സ്നേഹ മറുപടി നൽകി. അത് കേട്ട ഉടനെ ധനുഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് സ്നേഹ പറഞ്ഞു, ഇതാ എന്റെ പ്രതിശ്രുത വരൻ, കണ്ടോ, നിങ്ങളെല്ലാരും കണ്ടോ ധനുഷ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ കൂട്ടുകാരി ഒരാൾ സ്നേഹയുടെ കാതിൽ എന്തോ സംസാരിക്കുന്നത് കേട്ടു. ഉടനെ തന്നെ ധനുഷ് ചോദിച്ചു, എന്താ എന്താ പറഞ്ഞത്, ഞാൻ മോശമാണെന്നാണോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ധനുഷിന്റെ ചോദ്യം കേട്ട് സ്നേഹ പറഞ്ഞു, ഇനിയിപ്പോ മോശമാണെന്ന് പറഞ്ഞാലും രക്ഷയില്ല, സഹിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്നേഹ ധനുഷും കൂടി അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് അവന്തിക റൂമിലേക്ക് പോയി. അപ്പോഴേക്കും സ്റ്റെയർ ഇറങ്ങി വരുന്ന അർച്ചനയെയും ശശിയെയും ധനുഷ് കണ്ടു. ശശിയെ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അർച്ചനയും കൂടെ പോകുന്ന നേരത്ത് അവിടേക്ക് ധനുഷ് എത്തി ചോദിച്ചു, ശശി സാറേ, സാറിത് എവിടെ പോവാം? സാറിന് ഇവിടെ കാണില്ലേ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു, എവിടെ പോവാണെന്നോ, ഞാൻ ഓഫീസിലേക്ക് പോവാ. അതെന്ത് ചോദ്യം ധനുഷ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്ല, ഇന്നിവിടെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ നീ ഓഫീസിൽ പോകുന്നത് എന്താ സച്ചി ഇങ്ങനെ പറയുന്നത് എന്ന് സേതുമാധവൻ ചോദിച്ചു. ഉടനെ സേതുമാധവനോട് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ എന്തോ അത്യാവശ്യ കാര്യം ഇന്ന് ഓഫീസിൽ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ സച്ചിയോട് പറഞ്ഞു, സച്ചി, ഇന്ന് നീ എന്തായാലും ഓഫീസിലേക്ക് മറ്റെങ്കും പോകണ്ട, ഇന്ന് ഇവിടെ ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോ അതുകൊണ്ട് തന്നെ
തൽക്കാലം മറ്റൊരു കാര്യത്തിന് നീ പോകണ്ട എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അച്ഛൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് പേഴ്സണൽ കാര്യവും ഓഫീസ് കാര്യവും തമ്മിൽ കൂട്ടിക്കലർത്തരുത് എന്ന്. അങ്ങനെയുള്ള അച്ഛൻ തന്നെ എന്നോട് ഇങ്ങനെ പറയുകയാണോ? എന്തായാലും എനിക്ക് ഓഫീസിൽ പോകാതിരിക്കാൻ കഴിയില്ല അച്ഛാ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്റെ പേഴ്സണൽ കാര്യങ്ങളിലെങ്കിലും എനിക്ക് എന്റേതായ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല അച്ഛാ എന്ന് ചോദിച്ചപ്പോ നന്ദൻ അരികിലേക്ക് എത്തി ചോദിച്ചു, സഞ്ജയ് നീ എന്തൊക്കെയാ പറയുന്നത്? ഇന്ന് ഇവിടെ നടക്കുന്ന നിന്റെ അനുജത്തിയുടെ കൂടി വിവാഹമാണ്. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, അതെ, എന്റെ മാത്രം അനുജത്തിയല്ലല്ലോ, നന്ദേട്ടന്റെയും സന്ദീപിന്റെയും അനുജത്തിയാണല്ലോ. സന്ദീപിന് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എന്നിട്ട് അതെല്ലാം ഉണ്ടായിട്ട് പോലും എല്ലാവരും നിർബന്ധപൂർവ്വം ഒരു വാശി പോലെ വിവാഹം നടത്തിയേ തീരൂ എന്നുള്ള നിർബന്ധത്തിലാണ്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാനുള്ള അവകാശമെങ്കിലും നിങ്ങൾ എനിക്ക് തരണം. പേഴ്സണൽ കാര്യത്തിൽ എനിക്ക് എന്റേതായ തീരുമാനം എടുത്തുകൂടെ എന്ന് ചോദിച്ച് സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നാലെ അർച്ചന അവിടേക്ക് ചെയ്യുന്നു. സച്ചിയേട്ടാ എന്ന് വിളിച്ചതും അർച്ചനയുടെ വിളി കേട്ട് സച്ചി പിന്തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും സച്ചിയുടെ അരികിലേക്ക് എത്തി അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ ഇന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുമ്പോൾ സച്ചിയേട്ടൻ അതിൽ പങ്കെടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, അച്ഛനാകെ വിഷമമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ സച്ചിയോട് അർച്ചന അങ്ങനെ വിഷമത്തോടെ പറഞ്ഞത് കേട്ട് സച്ചി പറഞ്ഞു, അർച്ചനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എടോ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ഈ വിവാഹത്തെ കുറിച്ചുമൊക്കെ നമ്മൾ എല്ലാവരോടും പറഞ്ഞതാണ്. ഈ വിവാഹം കൊണ്ട് യാതൊരു ഉപകാരവും നമ്മുടെ കുടുംബത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല, മറിച്ച് ദോഷങ്ങളല്ലാതെ മറ്റൊരു സന്തോഷവും ഇതിൽ നിന്ന് നേടാൻ പോകുന്നില്ല. മാത്രവുമല്ല സന്ദീപിന്റെ തീരുമാനവും ഞാൻ പറയുന്ന പോലെ തന്നെയാണെന്നുള്ള കാര്യം അർച്ചനയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, സന്ദീപിനെ ഞാൻ വിളിച്ചിരുന്നു. സജീവൻ ഒരു കാര്യം ചെയ്യ്, സന്ദീപിനോട് ഇന്നെങ്കിലും ഇവിടെ വരാൻ പറ. നാളെ വിവാഹത്തിൽ അവൻ പങ്കെടുക്കാൻ വരുന്നില്ല എന്ന ഉറച്ച നിലപാട് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഇന്നൊരു ദിവസം ഇവിടെ വന്ന് അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ. നമ്മുടെ അച്ഛന് വേണ്ടിയല്ലേ. പാവം അച്ഛന്റെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. സന്ദീപ് ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മുതൽ അച്ഛനാകെ നിരാശയിലാണ്. അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ സന്ദീപിനോട് ഒന്ന് വരാൻ പറയണം. സച്ചിയേട്ടൻ പറഞ്ഞാൽ അവൻ കേൾക്കും എന്ന് പറഞ്ഞു. ഉടൻ അർച്ചനയുടെ വാക്കുകൾ കേട്ട് ശശി പറഞ്ഞു, ഞാൻ നോക്കട്ടെ, അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ശശി അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. പിന്നീട് അല്പസമയം കഴിഞ്ഞ് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. ശശിയെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കോൾ എടുത്തതും സച്ചിൻ ഇപ്പൊ എവിടെയാ എന്ന് ചോദിച്ചതും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ബാങ്കിൽ പോയി, ബാങ്കിൽ നിന്ന് മടങ്ങുന്ന വഴിയാണ്. എന്താ അർച്ചന, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, സച്ചിനൊരു കാര്യം ചെയ്യണം, സന്ദീപിനെയും കൂട്ടിക്കൊണ്ട് സച്ചിയേട്ടൻ വരണം. സന്ദീപ് ഇന്ന് വൈകിട്ടെങ്കിലും ഇവിടെ വന്ന് അച്ഛനെ ഒന്ന് മുഖം കാണിച്ചേ പറ്റൂ. സച്ചിയേട്ടൻ പറഞ്ഞ് അവനെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞതും സന്ദീപിനോട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് അർച്ചനയോട് സച്ചി വാക്ക് നൽകി. എന്തായാലും ഇന്ന് വൈകിട്ട് ഞാൻ അവനെയും കൂട്ടിക്കൊണ്ട് വരും. താൻ വിഷമിക്കാതെ, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ വൈകിട്ട് തന്റെ ഒപ്പം അവിടെ ഉണ്ടാകും. എന്താ അതുപോലെ താൻ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞ് സച്ചിയോട് പറഞ്ഞ കാര്യം അതുപോലെ ചെയ്യാമെന്ന് സമ്മതിച്ച് ഫോൺ വെച്ചു. അപ്പോഴാണ് അർച്ചനയുടെ അരികിലേക്ക് അനഘ എത്തിയത്. അനഘ ആകെ വിഷമത്തോടെ അർച്ചനോട് ചോദിച്ചു, എന്താ എടുത്ത് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും അല്ലല്ലോ ഇവിടെ ഇപ്പൊ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര ആഗ്രഹിച്ച കാര്യമാണ് ഈ വിവാഹം നടക്കരുത് എന്നുള്ളത്. അതിനുവേണ്ടി എല്ലാവരും ആവുന്നത്ര പ്രയത്നിച്ചതുപോലെ, എന്നിട്ടും ഇപ്പൊ സംഭവിക്കുന്നത് കണ്ടില്ലേ എടുത്തേ. ഇനിയെങ്കിലും നമുക്ക് സച്ചേട്ടനെയും കൂട്ടി ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ? നമുക്ക് മറ്റെവിടെയെങ്കിലും പോയാലോ? അതല്ലേ ഈ വിവാഹത്തിൽ ആ സ്നേഹയുടെ അഹങ്കാരത്തോടെയുള്ള ഓരോ തീരുമാനങ്ങളും, അവൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പോലും അതൊന്നും ചെവിക്കൊള്ളാതെ സ്വന്തം ജീവിതം എറിഞ്ഞു ഉടയ്ക്കാനായി തയ്യാറെടുത്ത് നിൽക്കുകയല്ലേ അവള് എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി നിന്നാലോ എന്ന് ചോദിച്ചതും അനഘയോട് അർച്ചന പറഞ്ഞു, അങ്ങനെ ഒളിച്ചോടാൻ എല്ലാവർക്കും എളുപ്പമാണ്. മുമ്പ് പറഞ്ഞ അത്രയും ഉറപ്പ് എനിക്കിപ്പോ ഇല്ലെങ്കിൽ പോലും, വാക്കിനത്ര ഉറപ്പില്ലെങ്കിലും ഈ വിവാഹം നടക്കില്ല എന്നൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. ഏതെങ്കിലും വിധേന ഈ വിവാഹം മുടങ്ങുമെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. എന്തായാലും സ്നേഹയെ നമുക്കങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ലല്ലോ അനഹെ. കാരണം നമ്മുടെ കൂടെ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ച് നല്ലൊരു ജീവിതം അനുഭവിച്ച് അങ്ങനെ ജീവിക്കുന്ന സ്നേഹയുടെ ജീവിതത്തെയല്ലേ നമ്മൾ സ്വപ്നം കണ്ടിരുന്നത്. എന്നാൽ ആ സ്നേഹയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുന്നു, ഇതുപോലെ ഒരു തകർച്ചയുടെ വക്കിലേക്ക് സ്നേഹയുടെ ജീവിതം ചെന്ന് കൂപ്പുകുത്തുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയില്ലല്ലോ. അതുകൊണ്ട് ധനുഷിനെ പോലെ ഒരുവന്റെ ജീവിതത്തിലേക്കാണ് സ്നേഹ കാലെടുത്ത് വെക്കുന്നതെങ്കിൽ അതോടെ അവരുടെ ജീവിതം തകരുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിനു മുമ്പ് നമ്മളാലാകും വിധത്തിൽ അവളെ ഈ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയേ തീരുമെന്ന് പറഞ്ഞപ്പോ അനഘ പറഞ്ഞു, ഏട്ടത്തി, നമ്മളെ കൊണ്ടാകുന്നത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചതല്ലേ, എന്നിട്ട് അത് സാധിച്ചില്ല എങ്കിലും ഇനിയും ഏട്ടത്തി ഈ പറയുന്ന വിശ്വാസം, അത് നമുക്ക് എന്ത് ഉറപ്പിൽ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് അനഘ ചോദിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് പിന്നെ ഞാനിപ്പോ എന്ത് പറയാനാ മോളെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്,
ഈ വിവാഹം നടക്കുകയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഈ വിവാഹം മുടക്കാനായിട്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോ നമുക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവില്ല എന്നാണ് അതിനർത്ഥം. അതോടൊപ്പം തന്നെ മറ്റൊരു സത്യാവസ്ഥ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോ ഇങ്ങനെയെല്ലാം സംഭവിച്ച സ്ഥിതിക്ക് ധനുഷിന്റെ ജീവിതത്തിലേക്ക് സ്നേഹയെ ഒരിക്കലും പറഞ്ഞയക്കാൻ ഈ കുടുംബത്തിൽ സ്നേഹയെ സ്നേഹിക്കുന്ന ആർക്കും കഴിയില്ല. ഈ കുടുംബത്തെ തകർക്കുകയെന്നും ഈ കുടുംബം ഇല്ലാതാക്കുക എന്നതുമാണ് ധനുഷിന്റെയും ലക്ഷ്യം. അത് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, അവളെ അങ്ങനെ തള്ളിക്കളയാൻ നമുക്കാവില്ലല്ലോ. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ദുഷ്ടബുദ്ധിയോടെയാണ് ധനുഷും അമതി കേട്ടത്തിയും ഒക്കെ നിൽക്കുന്നത്. അതിനുവേണ്ടി അവരാലാകും വിധത്തിലൊക്കെ അവർ ശ്രമിക്കും. പക്ഷേ ആ സ്നേഹയുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ ധനുഷിനെ അനുവദിക്കാൻ എനിക്കാവില്ല. കാരണം നമ്മൾ ഈ കുടുംബത്തിന്റെ നന്മ മാത്രമാണ് ആഗ്രഹിക്കാറുള്ളത്. ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം എന്നും സത്യം നിലനിൽക്കില്ലല്ലോ. എന്നെങ്കിലും ഒരു നാൾ സത്യം മറനീക്കി പുറത്തു വരുമെന്ന് വിശ്വസിച്ച് നമുക്ക് മാറി നിൽക്കാനും ആവില്ല. അങ്ങനെ എന്നെങ്കിലും സത്യം തെളിഞ്ഞിട്ട് ജീവിതവും സ്നേഹയുടെ ജീവിതവും ഈ കുടുംബവും തകർന്നു കഴിഞ്ഞിട്ട് സത്യം തെളിഞ്ഞിട്ട് എന്താ കാര്യമിരിക്കുന്നത്? അതിനു മുൻപ് തന്റെ എല്ലാ സത്യാവസ്ഥയും എല്ലാവരും അറിയണ്ടേ എന്ന് അർച്ചന അനഘയോട് ചോദിക്കണം. എന്തായാലും ഈശ്വരൻ എന്തെങ്കിലും പോംവഴി കാട്ടാതിരിക്കില്ല. അവസാന നിമിഷമെങ്കിലും ഈ വിവാഹത്തിൽ നിന്ന് സ്നേഹ പിന്മാറിയേക്കാം എന്ന ഒരു പ്രത്യാശ തന്റെ മനസ്സിലുണ്ടെന്നും മറ്റെന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ അർച്ചനയുടെ വാക്കുകൾ കേട്ട അനഘയും അതിനെ ശരിവെച്ചു. പിന്നീട് കാണുന്നത് ശശി രാത്രിയിൽ ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന നേരത്ത് സച്ചി വേഗം സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചു. സന്ദീപ് കോൾ എടുത്തതും എന്താ സച്ചിയേട്ടാ എന്ന് ചോദിച്ച ഉടനെ സന്ദീപിനോട് ശശി പറഞ്ഞു, സന്ദീപേ, ഞാൻ ഒരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. വേറൊന്നുമല്ല, നീ എത്രയും വേഗം നീ വീട്ടിലേക്ക് മടങ്ങി വരണം. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ എത്താറാവുകയാണ്. നീ വേഗം റെഡിയായി നിന്നോ. നമുക്ക് ഉടനെ തന്നെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെന്ന് അച്ഛനെയും സ്നേഹയെയും കാണണം. നീ നാളെ വിവാഹത്തിന് കുറച്ചു നേരം നിൽക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതിനുശേഷം വേഗം തന്നെ നിനക്ക് മടങ്ങി ആതിരയുടെ അരികിലേക്ക് പോവാം. എനിക്കറിയാം ആതിരയും കുഞ്ഞും നിനക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് എന്ന്. പക്ഷെ അതോടൊപ്പം നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റെല്ലാരെയും നീ മറന്നു കളഞ്ഞു. പക്ഷെ നമ്മുടെ അച്ഛൻ, ആ അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അച്ഛന്റെ സങ്കടം നിനക്ക് കാണാതിരിക്കാനാവുമോ? അതുകൊണ്ട് മാത്രം, അച്ഛന് വേണ്ടി മാത്രം നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ ദാ ഇപ്പൊ അങ്ങോട്ട് വരുക. ഇനി മറ്റൊന്നും നീ എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് സന്ദീപിനോട് വേഗം റെഡി ആയിക്കോളാൻ അറിയിച്ച് സച്ചി ഫോൺ വെച്ചു. സന്ദീപ് ആകെ നിരാശയോടെ നിന്നു. അപ്പോഴാണ് സച്ചി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു. കാറ് നന്നാക്കാനായിട്ട് വർഷാപ്പിൽ നാളെ വിളിച്ചിട്ട് അത് റെഡിയാവുന്നുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ആരുടെ ഫോൺ കോൾ വന്നതുപോലെ അതാ അമ്മ ഇപ്പൊ എത്താം എന്നൊക്കെ പറഞ്ഞ് ആ സ്ത്രീ വല്ലാത്ത അഭിനയം കാഴ്ചവെച്ചു. അതിനിടയിൽ അവിടേക്ക് വരുന്ന വണ്ടികൾക്കെല്ലാം ആ സ്ത്രീ കൈ കാണിച്ചു. ഒരു വണ്ടിയും നിർത്തുന്നില്ല. പിന്നീടാണ് സച്ചിയുടെ കാർ അതുവഴി എത്തിയത്. ശശി അവരുടെ വണ്ടിയെ പാസ് ചെയ്ത് പോകുന്ന നേരത്ത് ആ സ്ത്രീ ശശിയുടെ വണ്ടിക്ക് നേരെ കൈനീട്ടി. ശശിയുടെ വണ്ടി കണ്ടതും കൈനീട്ടി ആ നിമിഷം തന്നെ ആ പെൺകുട്ടിയായതുകൊണ്ട് എന്തായിരിക്കും എന്നുള്ള ആശങ്കയിൽ ശശി വണ്ടി നിർത്തി. അപ്പോഴേക്കും ആ സ്ത്രീ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, സാർ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ? എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. എൻ്റെ മോളാണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് അവൾ അവിടുന്ന് വെയിറ്റ് ചെയ്യുകയാ. ഞാൻ ചെന്നിട്ട് വേണം അവളെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. സർ, ഒരു ഉപകാരം ചെയ്യുമോ സർ എന്ന് ചോദിച്ചതും ശരി എന്നാ കയറിക്കോ എന്ന് ശശിയോട് ആ സ്ത്രീയോട് മറുപടി നൽകി. അത് കേട്ടതും താങ്ക് യു സർ എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് ഏട്ടാ എന്ന് നോക്കി അപ്പുറത്ത് നിന്ന ആ മിന്നൽ ബിജുവിനെ വിളിച്ചു. മിന്നൽ ബിജു വേഗം തന്നെ ഒരു തൊപ്പിയും വെച്ച് ഒരു മാസ്കും എടുത്ത് ഫ്രണ്ടിലേക്ക് വന്നു. മുഖത്ത് കൂളിംഗ് ഗ്ലാസ് കൂടി വെച്ചതുകൊണ്ട് ആളെ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയില്ല. അപ്പോഴേക്കും ആ സ്ത്രീ പറഞ്ഞു, ഏട്ടാ ഈ സാറ് നമ്മളെ സഹായിക്കും. അത് കേട്ട് മിന്നൽ ബിജു വേഗം തന്നെ കാറിലേക്ക് വന്ന് കയറുന്നു. സച്ചി ആ പെൺകുട്ടിക്കും മിന്നൽ ബിജുവിനും ലിഫ്റ്റ് നൽകുന്ന നേരത്ത് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത സച്ചി അർച്ചനോട് പറഞ്ഞു, അർച്ചന, ഞാൻ ഇവിടെ നിന്ന് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോ സന്ദീപിന്റെ അടുത്തേക്ക് എത്താറായി. കുറച്ചു നേരം കൂടി മാത്രം മതി. ഞാൻ അവനെയും കൂട്ടി വേഗം തന്നെ വീട്ടിലേക്ക് എത്താം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ വെച്ചു. അതിനുശേഷം സച്ചി അർച്ചനയോട് സംസാരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ അവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ അവിടെ ഹൽദി ചടങ്ങിൽ പങ്കെടുക്കാനായി എല്ലാവരും എത്തി വളരെ ആഘോഷപൂർവ്വം സ്നേഹിക്കും
ധനുഷിനുമൊക്കെ സമ്മാനങ്ങളും നൽകി. അവരോരോരുത്തരും അവർക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് നൽകി അവരെ വിഷ് ചെയ്ത് അവിടുന്ന് പോയി. ഈ കാഴ്ച കണ്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന അവന്തിക ധനുഷിനെ തന്നെ ഉറ്റുനോക്കി. സ്നേഹയുടെ കൂട്ടുകാരിമാരും സ്നേഹയും ചേർന്ന് ധനുഷിനോട് കളി പറയുമ്പോൾ ധനുഷിന്റെ ഡ്രസ്സിങ് എല്ലാം നോക്കി, ധനുഷിന്റെ ഡ്രസ്സ് ചുളുങ്ങിക്കിടക്കുന്നതും ഡ്രസ്സിന്റെ ആ ഭംഗിയും ഒക്കെ നോക്കി നേരെയൊക്കെ ഇട്ടുകൊടുത്ത് ഡ്രസ്സൊക്കെ നേരെയൊക്കെ ആക്കി സ്നേഹ ധനുഷിനെ വല്ലാതെ പരിചരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ അവന്തിക നോക്കുന്നു. ധനുഷ് അതിനിടയിൽ അവന്തികയുടെ നോട്ടം കണ്ടതോടെ അവന്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലാക്കിയ ധനുഷ് വല്ലാത്ത ഭയത്തോടെ നോക്കി. അതിനിടയ്ക്ക് സ്നേഹയുടെ കൂട്ടുകാരിമാരിൽ ഓരോരുത്തരും വന്ന് സ്നേഹയോട് പരിചയപ്പെടുകയും ധനുഷിനോട് കുശലം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ തമാശകളൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ധനുഷും അവർക്കൊപ്പം ചേർന്നു. അതിനിടയിൽ അവിടെ നിന്ന് തന്നെ നോക്കി നിന്ന അവന്തികയെ വീണ്ടും പൊളികണ്ണിട്ട് നോക്കുന്നതിനിടയിൽ അവന്തിക അവിടെ ഇല്ലെന്ന് കണ്ടതോടെ ധനുഷിന് ആകെ ടെൻഷനാവുന്നു. സ്നേഹ കൂട്ടുകാരിമാരോട് ഓരോ തമാശകളൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ധനുഷ് അവന്തികയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലായതിന്റെ ടെൻഷനിൽ അവന്തികയെ നോക്കി. എന്നാൽ അപ്പോഴാണ് സച്ചിയുമായി കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ആ സച്ചിയോട് പറഞ്ഞു, അതെ സാറിന് എങ്ങോട്ടാ പോണ്ടത്? ഞങ്ങൾക്ക് വലത്തോട്ടാണ് സാർ പോകേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ആണോ, എന്നാ എനിക്ക് ആ ഇടത്തേക്കുള്ള വഴിയാണ് പോകേണ്ടത്, നിങ്ങളെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ, മോള് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഇവിടെ നിന്ന് ഓട്ടോയൊക്കെ കിട്ടും, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, എനിക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് സച്ചി അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ ആ സ്ത്രീ പറഞ്ഞു, അതിന് ഞങ്ങൾ പറയുന്ന വഴി നിങ്ങൾ പോയാൽ പോരെ, മുന്നോട്ട് പോകാനല്ലേ പറഞ്ഞത്, തൽക്കാലം ഞങ്ങൾക്ക് വലത്തോട്ടല്ലേ പോകേണ്ടത്, അതുകൊണ്ട് വണ്ടി വലത്തോട്ട് അങ്ങോട്ട് വിട് സാറേ. ഇത് കേട്ട ഉടനെ സച്ചി ചോദിച്ചു, വലത്തേക്ക് പോകാനോ, എന്തിന് എന്ന് ചോദിച്ചിട്ടും, നിന്നോട് വലത്തേക്കല്ലടാ വണ്ടി ഓടിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ച് ഉടനെ തന്നെ സച്ചിയോട് ദേഷ്യത്തോടെ അവർ സംസാരിച്ചു. സച്ചി പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, ഇവിടെ നിന്നാ വണ്ടി കിട്ടും എന്ന് പറഞ്ഞപ്പോ പിന്നിലിരുന്ന മിന്നൽ ബിജു പറഞ്ഞു, നിന്നോട് മുന്നോട്ട് വണ്ടി എടുക്കാനല്ലടാ പറഞ്ഞത് എന്ന് ചോദിച്ച് മിന്നൽ ബിജു തന്റെ തൊപ്പിയും മാസ്കും ഒക്കെ എടുത്ത് മാറ്റി. അത് കണ്ടതോടെ സച്ചി ഞെട്ടലോടെ നോക്കുമ്പോൾ ആ സ്ത്രീ തന്റെ കയ്യിലിരുന്ന റിവോൾവർ സച്ചിയുടെ കഴുത്തിന് നേരെ പിടിച്ചിട്ട് പറഞ്ഞു, തന്നോട് വണ്ടി മുന്നോട്ട് എടുക്കാനല്ലടോ പറഞ്ഞത്, ഞങ്ങൾ പറയും എവിടെയാ വണ്ടി നിർത്തേണ്ടതെന്ന്, അവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് സച്ചിയോട് കാർ ഡ്രൈവ് ചെയ്യാനായി അറിയിച്ചു. സച്ചി അവര് പറഞ്ഞത് കേട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഹസന ഇത്രയും നേരമായിട്ടും സച്ചിയുടെ ഫോൺ കോളൊന്നും കാണാത്ത ടെൻഷനിൽ സച്ചിയെ വിളിച്ചു. അപ്പോഴേക്കും സച്ചി കാർ ചെയ്യുന്ന തിരക്കിനിടയിൽ കോള് വരുന്നത് കണ്ട് ആ കോള് നോക്കിയ സ്ത്രീ പറഞ്ഞു, ഓ അർച്ചനയാണല്ലോ വിളിക്കുന്നത്, അർച്ചനെന്ന് പറഞ്ഞ നിങ്ങൾ തന്റെ ഭാര്യ അല്ലേ, അവളോട് എത്താറായെന്നും ഉടനെ തന്നെ എത്തുമെന്നും മാത്രം പറയുക, വേറൊന്നും പറയണ്ട, മനസ്സിലായോ എന്ന് ചോദിച്ച് കോൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചനയുടെ കോള് കട്ടായി. അപ്പോഴേക്കും ആ സ്ത്രീ പറഞ്ഞു, കോള് കട്ടായി പോയല്ലോ, സാരമില്ല, സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ഇനിയും വിളിക്കും. അത് കേട്ട് അങ്ങനെ പറഞ്ഞ് ആ സ്ത്രീ നിൽക്കുമ്പോഴേക്കും വീണ്ടും അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു.